കാസർഗോഡ് പടന്നക്കാട് 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച ഒന്നാം പ്രതി PA സലീമിന് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ. പ്രതിക്ക് സ്വാഭാവിക മരണം സംഭവിക്കുന്നതുവരെ തടവിൽ പാർപ്പിക്കാനും ഹോസ്ദുർഗ് പോക്സോ അതിവേഗ കോടതി വിധിച്ചു. കോടതി വിധിയിൽ തൃപ്തനല്ലെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A ഗംഗാധരൻ അറിയിച്ചു. പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറൽ, പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ കുറ്റകൃത്യം എന്നിവയെല്ലാം പരിഗണിച്ചാണ് ഹോസ്ദുർഗ് പോക്സോ അതിവേഗ കോടതി പ്രതികൾക്കെതിരെ ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതി PA സലീമിനെതിരായ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടെന്നും പ്രതിയെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കുന്നുവെന്നും ജഡ്ജി PM സുരേഷ് വ്യക്തമാക്കി. സ്വാഭാവിക മരണം വരെ പ്രതി തടവിൽ കഴിയണം, 2 ലക്ഷം രൂപ പിഴയൊടുക്കണം. പെൺകുട്ടിയുടെ മാല വിറ്റ രണ്ടാം പ്രതി സുവൈബയ്ക്ക് കോടതി പിരിയും വരെ തടവ് ശിക്ഷയും 1000 രൂപ പിഴയും വിധിച്ചു. 60 സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടെ 117 രേഖകൾ പരിശോധിച്ച ശേഷമാണ് കോടതി വിധി പറഞ്ഞത്. കോടതി വിധി പറയുന്നതിനിടയിൽ നാട്ടുകാരെയും അഭിനന്ദിച്ചു. എന്നാൽ വിധിയിൽ തൃപ്തനല്ലെന്നും പ്രതിക്ക് വധശിക്ഷ നൽകും വരെ പോരാടുമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A ഗംഗാധരൻ പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ വിചാരിച്ചത് ഈ കേസിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നാണ് ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിലും പോക്സോ ആക്ടിൻ്റെ 5M61 പ്രകാരം ഈ കേസിൽ ജീവപര്യന്തം തടവ്, ജീവിത അവസാനം വരെ തടവ് അനുഭവിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ലീഗൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കുന്നുണ്ട്. വീണ്ടും പിന്നെ ഡെത്ത് കൊടുക്കണമെന്നുള്ള ഒരു അഭിപ്രായത്തിന് ഞാൻ വീണ്ടും ഹൈക്കോടതിയിൽ ഞാൻ സമീപിക്കുന്നു. കഴിഞ്ഞ വർഷം മെയ് 15-ന് പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ സലീം തട്ടിക്കൊണ്ടുപോയി സമീപത്തെ കാട്ടിൽ വെച്ച് പീഡിപ്പിച്ചത്. പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതി ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ പോയി. 9 മാസത്തിന് ശേഷം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. ജനുവരിയിൽ വിചാരണ നടപടികൾ ആരംഭിക്കുകയും 8 മാസത്തിനുള്ളിൽ വിധി പറയുകയുമായിരുന്നു. ന്യൂസ് മലയാളം, കാസർഗോഡ്.